ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ടൈം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടൈം 4:40. അപ്പോൾ നമുക്ക് രാവിലെ ചായ ഇടാനായിട്ടുള്ള ഇത് നിൽക്കാം. ഞാൻ ചായ ഇട്ട് കഴിഞ്ഞ് ചേട്ടന് ചായ എടുത്ത് കേട്ടോ. അപ്പോൾ ചായ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ ചേട്ടന് പോകണമായിരുന്നു. അപ്പോൾ രാവിലെ ദോശയും ചോറും കറികളും ഒക്കെ വെക്കണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശയായി. കടലക്കറി ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട്. കടലക്കറി വെച്ചു. അപ്പോൾ കടുക് താളിച്ചിടണമായിരുന്നു. അപ്പോൾ കടുകൊക്കെ വറുത്തു. അപ്പോൾ എൻ്റെ ഒരു ഇതാണ്, ചെറിയൊരു പൊടിക്കൈയാണ് കടലക്കറിയിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് വറുത്ത് അതിനകത്തോട്ട് ഒഴിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലിങ്ങനെ കടലക്കറി കോരുമ്പോൾ തന്നെ നമുക്കൊരു റെഡ് കളറിൽ ഇങ്ങനെ മേളിൽ കിടക്കുമ്പോൾ അത് കഴിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. എടുത്ത് കഴിക്കാൻ തോന്നും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കടുക് തളിച്ചിടാമെന്ന് വിചാരിച്ച് ഇത് തോരത്തിന് കടുക് തളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചും കൂടെ എടുത്ത് കടലക്കറിക്കകത്തോട്ട് ഒഴിച്ച് കേട്ടോ. എനിക്ക് എത്ര കടുക് താളിച്ചൊഴിച്ചാലും എനിക്ക് തൃപ്തി വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും തോരത്തിന് കടുക് താളിച്ചതിൻ്റെ കൂട്ടത്ത് ഞാൻ കുറച്ചെടുത്ത് ഞാൻ വീണ്ടും കടലക്കറിയിലോട്ട് കുറച്ചെടുത്ത് ഒഴിച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്ക് കുറച്ച് തൃപ്തിയായത് കേട്ടോ. എന്നിട്ട് നമ്മുടെ തോരൻ ഇന്ന് ബീട്രൂട്ട് തോരനാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കിന്ന് സുഖമില്ലാത്ത കാരണം അമ്മ രാവിലെ എണീക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ എണീറ്റിരുന്നെങ്കിൽ എനിക്ക് തേങ്ങ തിരുമ്മിത്തരയും ബീട്രൂട്ട് അരിഞ്ഞുതരയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് എണീക്കാൻ പറ്റിയില്ല. അത് കാരണം എളുപ്പപ്പണിയിൽ ഞാൻ കുറച്ച് ഒരു ബീട്രൂട്ട് എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ട് ക്രഷ് ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ തോരത്തിന് ഉള്ളതുപോലെ തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചോറ് വെച്ചിരുന്നത്, ഞാൻ ചോറ് വെച്ച് രാവിലെ ചോറും ഇതാക്കി തലേ ദിവസം ചോറ് വെച്ച് രാത്രിയിൽ ആക്കി വെച്ചേക്കും. രാവിലെ ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ വേവല് നടക്കത്തില്ല. അപ്പം ചോറ് അവർക്ക് പാത്രത്തിൽ എടുക്കുന്നതിന് മുന്നേ തണുക്കാൻ വെക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ചീത്തയായി പോയല്ലോ എന്ന് വെച്ചാൽ ചോറെടുത്ത് തണുക്കാനായിട്ട് വെച്ച്. അപ്പോഴത്തേനും നമുക്ക് തോരത്തിനുള്ള അരപ്പരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയും മുളക് പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് തോരത്തിന് ക്രഷ് ചെയ്തത് ആ തോരത്തിനകത്തോട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ നമുക്ക് തോരനും റെഡിയായിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോറിനുള്ള കറിയെന്ന് വെച്ചാൽ തോരനും ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചത്. രാവിലെ അജി കുടിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ രാവിലെ അജി കാപ്പി കഴിക്കുകയാണ്. ചേട്ടന് കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോരനായി. പിന്നെ ഒരു മുട്ടയാണ് വയ്ക്കുന്നത് കേട്ടോ. ഇവർക്ക് ഉച്ചത്തേന് മുട്ട ഇഷ്ടമല്ല. എന്നാലും ഞാൻ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുട്ട എടുത്ത് 2 പേർക്കും കൂടെ ഉള്ളി മുളക് നിറയെ ഇട്ടിട്ട് ഒരു മുട്ട എടുത്തുണ്ടാക്കി 2 പേർക്ക് പകുതി വെച്ച് കൊടുത്തു വിടും കേട്ടോ. അവർക്ക് മുട്ടയോട് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് ചമ്മന്തി തോരൻ അങ്ങനെ മതി കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ടയും കൂടെ പൊരിച്ചു പകുതിയാക്കി 2 പേർക്കും കൂടെ കൊടുക്കും കേട്ടോ. ഞാൻ മറ്റേ ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ ആ കുറച്ച് സാധനങ്ങളൊക്കെ മുളക് പൊടിയും ഉപ്പുമൊക്കെ ഇടുന്ന ടൈമിൽ മുട്ട ശ്രദ്ധിക്കാതെ ആയിപ്പോയി പെട്ടെന്ന്. അപ്പോൾ മുട്ട കുറച്ച് കരിഞ്ഞു പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ചമ്മന്തി റെഡിയായി. ചോറെടുക്കുകയാണേ. അപ്പോൾ അജിത റെഡിയായിട്ടുണ്ട് കേട്ടോ. കാപ്പിയൊക്കെ കുടിച്ച് റെഡിയായി നിൽപ്പുണ്ട്. അപ്പം ചേട്ടൻ കുളിക്കാനായിട്ട് പോയതേ ഉള്ളൂ. അതിന് മുന്നേ ചേട്ടൻ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേനും ചോറും ഇതെല്ലാം പാത്രത്തിലാക്കണം. ചോറ് കാപ്പി എല്ലാം പാത്രത്തിലാക്കണം കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ പാത്രത്തിൽ ചോറിട്ട്, ചേട്ടന് കുറച്ച് ചോറിട്ടാൽ മതിയെന്ന് എപ്പോഴും പറയാം കേട്ടോ. അത് കാരണം ചേട്ടന് കുറച്ച് ചോറിട്ടു. അജിയും ഇപ്പോൾ അധികം ചോറ് കഴിക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല. അപ്പോൾ കുറച്ച് ചോറ് മതിയെന്ന് അജിയും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ്, അത് കാരണം പാത്രം ഇടയത്തില്ല, കുറച്ച് ചോറിട്ടാൽ മതിയെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനപ്പോൾ ചോറ് അജിയുടെ പാത്രത്തിലാക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട പൊരിച്ചത് വെച്ച് കൊടുക്കാം കേട്ടോ. 2 പേർക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ മുട്ട പകുതി മുട്ട വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചമ്മന്തി ചേട്ടന് ഒരു പാത്രത്തിൽ, അജിക്കെല്ലാം ആ പാത്രത്തിൽ തന്നെ വയ്ക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ചോറ് പാത്രത്തിൽ തന്നെ വയ്ക്കുന്നതാണ് ഇഷ്ടം. അജി നോക്കി നിൽക്കുന്നുണ്ടോ? നോക്കിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ചോറെല്ലാം വച്ചിട്ട് ബാഗിനകത്തോട്ടെടുത്ത് വെക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്.
അശമ്മ ആയോ എന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അതാ അടച്ചെടുത്ത് കേട്ടോ. പിന്നെ അങ്ങനെ അടച്ചെടുത്ത് അജിയുടെ ചോറ് പാത്രം അടച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോരനും കൂടെ കോരണമായിരുന്നു കേട്ടോ. അങ്ങനെ തോരനെടുത്തു അജിയുടെ പാത്രത്തിലും അത് രണ്ട് തോരൻ സെപ്പറേറ്റാണ് എടുക്കണം രണ്ടുപേർക്കും. അപ്പോൾ രണ്ടുപേർക്കും ചേട്ടൻ്റെ പാത്രത്തിലും തോരനെടുത്ത് അജിക്കും തോരനെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി ചേട്ടന് ദോശയും കറിയും കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ തോരനും എടുത്ത് ഇനി അടുത്ത് എടുക്കുന്നത് കറിയാണ് കേട്ടോ. ചേട്ടനുള്ള കടലക്കറിയും കൂടെ എടുക്കണം. അത് കഴിഞ്ഞാൽ കറിയുടെ ഇത് കഴിയും. അപ്പോൾ ചേട്ടൻ്റെതാ ചോറ് പാത്രവും അടച്ചു, ചമ്മന്തി അടച്ചു. ഇനി അടുത്ത് എടുക്കുന്നത് കടലക്കറിയാണ് കേട്ടോ. അതിപ്പോൾ കാണാൻ പറ്റത്തില്ല, ഞാൻ സൈഡിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഫോൺ ഈ സൈഡിലാണ് വച്ചേക്കുന്നത്, അപ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ കടലക്കറി എടുക്കുന്നു. അപ്പോൾ കടലക്കറി എടുത്തിട്ട് ദോശയും എടുക്കുന്നു. ദോശ പാത്രത്തിലാക്കാനായിട്ട് ഞാൻ ഇപ്പുറത്ത് ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കടലക്കറി എടുത്തു. അത് കഴിഞ്ഞിട്ട് ദോശയും പാത്രത്തിലാക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇപ്പോൾ ചേട്ടനാ ഇപ്പോൾ ഇറങ്ങി വരും കേട്ടോ. അതിനിടയ്ക്ക് വെച്ച് വീഡിയോ എടുത്ത് പെട്ടെന്ന് എടുത്ത് കഴിയണം. കാരണം ആ ചേട്ടൻ ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് യൂബർ ബുക്ക് ചെയ്യണം കേട്ടോ. അവർ എന്നും രാവിലെ പോകുമ്പോൾ യൂബറിലാണ് പോകുന്നത്. എന്നിട്ട് ആ ചേട്ടൻ കുളിച്ച് വന്നു. അപ്പോൾ ചേട്ടൻ കുളിച്ച് കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വെപ്രാളമാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞു തരും മുമ്പേ പെട്ടെന്ന് ഇറങ്ങും. അപ്പോൾ അത് കാരണം പെട്ടെന്ന് വെപ്രാളത്തിൽ ദോശ എടുത്ത് വെച്ചു. ചേട്ടൻ്റെ പാത്രം ചോറ് പാത്രവും അടച്ചു എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞതാ പെട്ടെന്ന് എടുത്ത് വെച്ച് കൊടുത്തു. അജിയുടെ സെപ്പറേറ്റ് അജി എടുത്ത് വെക്കാൻ പറഞ്ഞു. അജീൻ്റെ പാത്രം എടുത്ത് വെച്ച് കൊടുത്തു. ചേട്ടൻ്റെതും എടുത്ത് വെച്ച് കൊടുത്തു. എന്നിട്ടതാ രണ്ടുപേരും ഇറങ്ങി. ഞാൻ അതിനിടയ്ക്ക് തന്നെ യൂബറും ബുക്ക് ചെയ്തു. യൂബർ ഇതാ വന്നു. രണ്ടുപേരും ഇതാ പോകുന്നു കേട്ടോ. ഇനി രണ്ടുപേരും രാത്രിയിലേ വരുള്ളൂ. ചേട്ടൻ നോക്കുവാണേ. അപ്പോൾ രണ്ടുപേരും വൈകിട്ട് 9:30 ആവും ഇനി വരാനാണ് ട്രെയിനിൽ. അങ്ങനെ ചേട്ടതാ ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണേ. ഇനി വൈകുന്നേരം കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ വന്നിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ ചായ കുടിച്ചില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ചായയും, അമ്മ ചായ കുടിക്കത്തില്ല കേട്ടോ. അമ്മയ്ക്ക് തേയിലയാണ് അമ്മ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ എൻ്റെ ചായയും ഇവിടെ ഇപ്പുറത്ത് ചൂടാക്കാൻ വെച്ചു. അമ്മയ്ക്ക് ഇതാ ഇപ്പുറത്തെ ഇതിൽ തേയിലയും വെച്ചു കേട്ടോ. എന്നിട്ട് ഇതാ എൻ്റെ ചായ അമ്മയുടെ തേയില ഇടുന്ന ടൈമിൽ എനിക്ക് ചായ വെച്ചിരുന്നത് അങ്ങതാ പൊങ്ങി വന്ന് ഭാഗ്യത്തിന് മറിഞ്ഞു വീണില്ല കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് ചായ എടുത്തു. പിന്നെ അമ്മയ്ക്ക് തേയില എടുത്ത് കേട്ടോ. തേയില അമ്മയുടെ റെഡിയായി കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ട് ഞാനിപ്പം അമ്മയുടെ തേയിലയെ അരിച്ചെടുക്കും. എന്നിട്ട് അമ്മയെ വിളിക്കത്തുള്ളൂ. അമ്മ ഉറക്കമാണ്, അമ്മ എണീറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് തേയില എടുത്ത് കയ്യിൽ അരിപ്പം പിടിച്ച് ഫോണും പിടിച്ചിട്ട് പറ്റുന്നില്ല കേട്ടോ എനിക്ക്. എന്നിട്ട് അമ്മയ്ക്ക് തേയില എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞ് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബായ്. ഇടയ്ക്കൊരു ഗുഡ് മോർണിംഗ്. ബായ്. ഇതാണ് അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്നിരുന്നപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എടുത്തതാണ് കേട്ടോ.